ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഒരുപാട് ചർച്ചകൾക്കും അഭിമുഖങ്ങൾക്കുമൊക്കെ ശേഷം ടീം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് BCCI ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന മീറ്റിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ചേർന്നാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിനെ 15-അംഗ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിന് പുറമെ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2023 ഏകദിന വേൾഡ് കപ്പിൽ നിന്നും 6 മാറ്റങ്ങൾ വരുത്തിയാണ് ടീം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നയിക്കുന്ന സ്ക്വാഡിൻ്റെ വൈസ് ക്യാപ്റ്റനെ വന്നിട്ടുള്ളത് യുവതാരം ശുഭ്മാൻ ഗില്ലാണ്. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, ഒപ്പം മുഹമ്മദ് ഷമി. കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ 2023 ഏകദിന വേൾഡ് കപ്പിന് ശേഷം 14 മാസങ്ങളോളം പരിക്ക് മൂലം കളിക്കളത്തിന് പുറത്തിരുന്ന ഷമി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജസ്പ്രീത് ബുംറ പരിക്ക് മൂലം നിലവിൽ പരിക്കിൻ്റെ പിടിയിലുള്ള താരത്തെ പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ BCCI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് എന്ന് പറയുന്നത്. 2023 ഏകദിന വേൾഡ് കപ്പിൽ നിന്നും 6 മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അന്ന് പരിക്കുമൂലം റൂൾഡ് ഔട്ട് ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് എന്നിവർ തവണ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 15-അംഗ സ്ക്വാഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫെബ്രുവരി 19 മുതൽ പാകിസ്ഥാനിൽ വെച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ ന്യൂട്രൽ വെന്യൂ ആയിട്ടുള്ള ദുബായിൽ വെച്ചാണ് ഇത്തവണ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.